ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മൈലൻസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള അച്ചപ്പമാണ്. അച്ചപ്പം നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഒരു ട്രഡീഷണൽ റെസിപ്പിയാണ്. സാധാരണ ക്രിസ്ത്യൻസൊക്കെ പെരുന്നാളിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ക്രിസ്മസ് ആ സമയത്തൊക്കെ ആകുമ്പോഴേക്കും അച്ചപ്പൊക്കെ ഉണ്ടാക്കി വെക്കും. പ്രത്യേകിച്ച് അമ്പ് പെരുന്നാളൊക്കെ ക്രിസ്മസ് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യല്ലേ, ആ സമയത്ത് അച്ചപ്പം ഉണ്ടാക്കി വെക്കും. അപ്പോൾ അതിൻ്റെ റെസിപ്പി നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അച്ചപ്പമൊക്കെ വീട്ടിലുണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അധികം ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കാണാം. അച്ചപ്പം ചെയ്യാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പച്ചരിയാണ്. പച്ചരി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഡലി റൈസിലായാലും ഇത് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു 4 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് ഒരു 3-4 പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കുക. അപ്പോൾ അതിൻ്റെ മട്ടയെല്ലാം നന്നായിട്ട് പോയി കിട്ടും. എന്നിട്ട് വെള്ളം വാലാൻ വെച്ച് ഊറ്റിക്കളഞ്ഞ് നല്ല ക്ലീനാക്കി വെച്ചിരിക്കുന്ന പച്ചരിയാണ്. ഇനി ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. മിക്സിയുടെ ഗ്രൈൻഡറിനകത്തിട്ട് പൊടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊടിച്ചെടുക്കുക. അതെല്ലാം നിങ്ങൾക്ക് അരയ്ക്കാനേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്തോട്ട് നാളികേരം പാല്, പഞ്ചസാര, മുട്ട അതെല്ലാം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്താലും മതി. പൊടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പൊടിച്ചെടുക്കുക. അപ്പോൾ എന്തായാലും ഞാനിത് പൊടിച്ചെടുത്തിട്ട് ബാക്കി പ്രോസസ്സ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇവിടെ ഞാൻ അരി മുഴുവൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞോളാം, നിങ്ങൾക്ക് പൊടിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഇത് അരച്ചെടുത്താലും മതി. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനകത്തോട്ട് മുട്ട വേണം. 1 കപ്പ് പച്ചരിക്ക് 1 കപ്പ് മുട്ട എന്ന നിലയിൽ 2 കപ്പ് പച്ചരി കാരണം 2 മുട്ടയാണ് ഞാൻ എടുക്കുന്നത്. അത് അത്യാവശ്യം വലിപ്പമുള്ള 2 മുട്ടയാണ്. ഇതേപോലെ തന്നെ ഇതിനകത്തോട്ട് പഞ്ചസാര വേണം. അപ്പോൾ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. സാധാരണ അച്ചപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരിച്ചിരി മധുരം മുന്നിട്ട് നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതാകുമ്പോൾ അച്ചപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. മധുരം കുറഞ്ഞു പോയി അച്ചപ്പം കഴിക്കുമ്പോൾ അധികം ടേസ്റ്റ് വരണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കിത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തോട്ട് നാളികേരം പാൽ വേണം. ഞാനിവിടെ ഒരു നാളികേരത്തിൻ്റെ പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 1-ാം പാലാണ്. നല്ല പച്ച നാളികേരമാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ അച്ചപ്പം. ഇനി നമുക്ക് ഈ പൊടിക്കകത്തോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ മധുരം ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ബാറ്റർ ഉപ്പില്ലാന്നുണ്ടെങ്കിൽ അധികം ടേസ്റ്റും വരില്ല. പക്ഷെ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും വളരെ കുറവ് ചേർക്കുക. കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി നമുക്കിതിനകത്തോട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം. 2 മുട്ടയാണ് ഞാൻ എടുക്കുന്നത്. അത് മുഴുവൻ പൊട്ടിച്ചൊഴിക്കുക. പിന്നെ വേണ്ടിയിട്ട് നാളികേരം പാലാണ്. ഞാൻ നേരത്തെ പറഞ്ഞോണം പച്ച നാളികേരമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ 1-ാം പാല് മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും പൊടിക്ക് ഇത്രയും നാളികേരം പാല് വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം കുറച്ച് നാളികേരം പാലാണ് ഒഴിക്കുന്നത്. നമ്മൾ മുട്ടയും പഞ്ചസാരയൊക്കെ ചേർത്താണ് കാരണം കലക്കി വരുമ്പോൾ എങ്ങനെയായാലും നല്ല വെള്ളം അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യം കുറച്ച് നാളികേരം പാൽ ചേർക്കുക. പിന്നെ 1-ാം പാല് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. 2-ാം പാലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ച് ഇതമാതിരി എടുക്കുക. ഇതമാതിരി ഇതിനകത്ത് കട്ടകളൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ സാര നന്നായിട്ട് അലിയണമെന്നില്ല. അപ്പോൾ അതെന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിനകത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഏകദേശം ഒരു ദോശമാവിൻ്റെ പരുവാണ്, ഒരു കനാണ് നമുക്കിതിനകത്ത് വേണ്ടത്. അപ്പോൾ ആദ്യം ഇത് മിക്സിയുടെ ഗ്രൈൻഡറിലേക്ക് മാറ്റുക. അപ്പോൾ മിക്സിയുടെ ജാറിനകത്തേക്ക് മാറ്റി വെച്ചും ഇത് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ എന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്തിരിക്കുന്ന മുട്ട, പഞ്ചസാര ഇതെല്ലാം അത് നന്നായിട്ട് നമുക്ക് അടിച്ച് കിട്ടും. നമ്മൾ കൈകൊണ്ട് എത്ര നേരം ഇതാക്കിയാലും അതൊക്കെ അലിയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇത് അരച്ചെടുക്കുക. ഞാനിവിടെ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം അത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ബൗളിനകത്തോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് വേണം ഈ ബൗളിനകത്ത് ആണ് ഞാൻ ഇത് അച്ചപ്പത്തിൻ്റെ അച്ച് മുക്കാൻ പോകുന്നത്. അപ്പോൾ ഏത് പാത്രത്തിലാണ് നിങ്ങൾ അത് യൂസ് ചെയ്യുന്ന അച്ചപ്പത്തിൻ്റെ അച്ച് മുക്കാൻ പോകുന്നത് അതിനകത്തോട്ട് ബാറ്റർ മാറ്റി കൊടുക്കുക. ഇതിനകത്തോട്ട് നമുക്ക് എള്ള് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം കറുത്ത എള്ളാണ്. അതേപോലെ തന്നെ 1/4 ടീസ്പൂണോളം വെളുത്ത എള്ള് യൂസ് ചെയ്യുന്നുണ്ട്. വെളുത്ത എള്ള് നിർബന്ധമില്ല, ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ കറുത്ത എള്ള് മസ്റ്റായിട്ടും അച്ചപ്പത്തിലേക്ക് ചേർത്ത് കൊടുക്കണം. അത് നിർബന്ധമാണ് കേട്ടോ. അച്ചപ്പത്തിൻ്റെ ടേസ്റ്റ് തന്നെ ആ എള്ളാണ്. പിന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മാവ് നല്ലൊരു ഇച്ചിരി കനം വേണം. ദോശമാവിൻ്റെ ഒക്കെ പരുവത്തിൽ വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ അച്ചപ്പത്തിൻ്റെ അച്ച് ഇതിനകത്ത് പിടിക്കണമെന്നില്ല. എണ്ണ ഞാനിവിടെ നന്നായിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അച്ചപ്പത്തിന് നല്ല ടേസ്റ്റ് വരും. എണ്ണ നന്നായിട്ട് തിളച്ച് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ അച്ചപ്പത്തിൻ്റെ അച്ച് നമുക്ക് ഇതിനകത്തോട്ട് മുക്കി വയ്ക്കാം. പിന്നെ അച്ചപ്പം ഉണ്ടാക്കാൻ എപ്പോഴും കുറച്ചധികം എണ്ണ ഉപയോഗിക്കുക. അത് വെളിച്ചെണ്ണയാണെങ്കിൽ അത്, അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ എന്നുണ്ടെങ്കിൽ അത് കുറച്ചധികം ഉപയോഗിക്കുക. പിന്നെ എണ്ണ നന്നായിട്ട് ഒരു 15 മിനിറ്റോളം നിങ്ങൾ ഈ അച്ച് ഇതിനകത്ത് മുക്കി വയ്ക്കണം. എണ്ണ നന്നായി ചൂടാവും വേണം. അതേപോലെ തന്നെ നമ്മുടെ അച്ചും നന്നായിട്ട് ചൂടായിട്ട് വരണം. അച്ച് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അച്ചപ്പത്തിൻ്റെ മാവിലേക്ക് മുക്കാം. ഇതേമാതിരി എടുത്തിട്ട് അച്ചപ്പത്തിൻ്റെ മാവിലേക്ക് മുക്കാം. മുക്കുമ്പോൾ മുഴുവൻ മുക്കരുത്, അതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ മുക്കാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ എണ്ണയിലിടുന്ന സമയത്ത് അത് വിട്ട് പോരത്തില്ല.
ഇതേമാതിരി എണ്ണയിൽ മുക്കിയിട്ട് ഒരു 15 സെക്കൻഡ് എങ്ങാനും ഇതേമാതിരി വെച്ചാൽ മതി. എണ്ണ നല്ല തിളച്ച എണ്ണയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വിട്ടു പോരും. ഒരു 15 സെക്കൻഡ് കഴിഞ്ഞിട്ട് പതുക്കെ ഒന്നെടുത്ത് കുടയുന്ന സമയത്ത് അച്ചുമെന്ന് അതങ്ങ് വിട്ടു പോന്നോളും. പിന്നെ എണ്ണ നല്ല ചൂടായ കാരണം ഇതേമാതിരി വെച്ച് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞോണ്ട് മുക്കാൽ ഭാഗം മാവിൽ മുക്കിയിട്ട് നേരെ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 15 സെക്കൻഡ് വയ്ക്കുക. 10 സെക്കൻഡ് വെച്ചതിന് ശേഷം ഇതേമാതിരി ഒന്ന് കുടഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ അച്ചുമെന്ന് അതിൽ നിന്ന് വിട്ട് പൊക്കോളും. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ വെളിച്ചെണ്ണയിലേക്കകത്ത് ഒന്ന് വെച്ച് കൊടുക്കാം നമ്മുടെ അച്ച്. ഇല്ലെങ്കിലും പ്രോബ്ലം ഇല്ല, തിളച്ച എണ്ണയിലായ കാരണം അതിന് വിട്ടു പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഇതേമാതിരി ചെയ്യുക. ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കുക. ഒരു 15 സെക്കൻഡ് ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കുക. ആ സമയത്ത് നമ്മൾ ആദ്യം ഇട്ടതെല്ലാം മറിച്ചിട്ട് കൊടുക്കാൻ മറക്കരുത്, ഇല്ലാന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോവും. ഒരു 15 സെക്കൻഡ് വെച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കുമ്പോൾ അതങ്ങ് വിട്ടുപോക്കോളും. എൻ്റെ പുതിയ അച്ചാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ബുദ്ധിമുട്ടൊന്നും വന്നില്ല ഇതൊന്ന് വിട്ടു പോരാനായിട്ട്. ഞാൻ തിളച്ച എണ്ണയിൽ ഏകദേശം ഒരു 15 മിനിറ്റോളം വെച്ചായിരുന്നു. അതുകൊണ്ടായിരിക്കാം ചിലർ പുതിയ അച്ചാകുമ്പോൾ പ്രോബ്ലം അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ പുതിയ അച്ചാണ് യൂസ് ചെയ്യുന്നത്. ഒരു 15 മിനിറ്റ് എണ്ണ നന്നായി ചൂടാക്കിയിട്ട് അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അച്ചുമ്മ പിന്നെ പിടിക്കൊന്നുമില്ല. അപ്പോൾ ആദ്യം ഇട്ടതെല്ലാം നന്നായിട്ട് കളറായി വന്നിട്ടുണ്ട്. പിന്നെ വേവിക്കുന്ന സമയത്ത് നിങ്ങളതൊരു ലോ ഫ്ലെയിമിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മീഡിയത്തിലോ വെച്ച് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ പെട്ടെന്ന് അത് കളറായി പോകും. പിന്നെ ഇത് ഇരുന്ന് കളർ കൂടും. അപ്പോൾ അതുകൊണ്ട് ഏകദേശം നല്ലൊരു കളറായി കഴിഞ്ഞാൽ നമ്മുടെ അച്ചപ്പം എടുത്ത് മാറ്റാം. അപ്പോൾ അച്ച് എപ്പോഴും വെളിച്ചെണ്ണയിൽ വെച്ച് കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അച്ചുമെന്ന് വിട്ടു പോരാൻ ബുദ്ധിമുട്ടായിരിക്കും. അച്ച് എപ്പോഴും ചൂടായിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞു. ഞാൻ സെക്കൻഡാമത്തെ ട്രിപ്പും കൂടി ഒന്ന് ചെയ്തു തരാം. അപ്പോൾ അച്ച് വെളിച്ചെണ്ണയിൽ വെച്ച് ചൂടായതാണ്. ഇതേപോലെ തന്നെ മുക്കാൽ മുക്കുക, എന്നിട്ട് എണ്ണയിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു 15 സെക്കൻഡ് വെക്കുക. എന്നിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കുമ്പോൾ അച്ചിപ്പം നമ്മുടെ അച്ചുമെന്ന് വിട്ടുപോരും. നല്ല തിളച്ച എണ്ണയാണെന്നുണ്ടെങ്കിൽ അച്ചിട മാതിരി മുക്കി വെക്കണമെന്നില്ല, പതുക്കെ ഒന്ന് മുക്കി എടുത്താൽ മതി. ഇതേപോലെ തന്നെ ഒരു മുക്കാൽ മുക്കുക, എന്നിട്ട് തിളച്ച എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 15 സെക്കൻഡ് വെച്ചതിന് ശേഷം പതുക്കെ ഒന്ന് കുടഞ്ഞു കൊടുക്കുമ്പോൾ അതൊന്ന് വിട്ടുപോയിക്കോളും. ഇതേപോലെ തന്നെയാണ് എല്ലാ അച്ചപ്പവും ചെയ്തെടുക്കേണ്ടത്. ആദ്യം ഇട്ട് അച്ചപ്പം മറിച്ചിട്ട് കൊടുക്കാനും നല്ലൊരു കളറാവുന്നത് വരെ വേവിച്ചെടുക്കുക. അങ്ങനെ ഒരു കളറായി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലായിടത്തും അങ്ങ് മാറ്റി കൊടുക്കുക. അച്ചപ്പെല്ലാം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള അച്ചപ്പമാണ്. നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് അച്ചപ്പത്തിൻ്റെ. അപ്പോൾ ഇതേപോലെയുള്ള സിമ്പിൾ റെസിപ്പീസിന് വേണ്ടിയിട്ട് മരിയൻസ് കിച്ചൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയായിട്ട് സന്ധിക്കും വരെ എല്ലാവർക്കും വണക്കം.